മഹാനായ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരു ഉമ്മ ഓടി വന്നു, കാര്യം പറഞ്ഞു. അപ്പോൾ തങ്ങളെ, എൻ്റെ മകൾ മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് എൻ്റെ മകളെ സ്വപ്നത്തിലൊന്ന് കാണാം. അതിനുതകുന്ന ഒരു സ്വലാത്ത് എനിക്ക് പറഞ്ഞു തരുമോ തങ്ങളെ എന്ന് ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. ഇത് ചൊല്ലിക്കോളൂ, ആ മകളെ കണ്ടോളും എന്ന് പറഞ്ഞു തിരിച്ചയച്ചു. അങ്ങനെ കുറച്ച് ദിവസം ആ സ്വലാത്തുകൾ ചൊല്ലിയപ്പോൾ ആ ഉമ്മ മകളെ സ്വപ്നത്തിൽ കാണുകയാണ്. നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം ധരിച്ച്, കഴുത്തിൽ ഇരുമ്പിന്റെ ദണ്ടും കാലിൽ ചങ്ങലിക്കിട്ടുന്ന രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു ആ മകളെ ഉമ്മ സ്വപ്നം കണ്ടത്. പെട്ടെന്ന് ഞെട്ടി എണീറ്റു. പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഉടനെ ഓടി ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത്. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എൻ്റെ മകളെ കണ്ടു, പക്ഷെ കണ്ട രൂപം ഇങ്ങനെയാണ് എന്ന് സങ്കടം പറഞ്ഞപ്പോ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചു വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ മകളെ സ്വപ്നം കാണുകയാണ്. കാണുന്ന രൂപം സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരത്തിൽ കട്ടിലിന്റെ മുകളിൽ കിരീടം അണിഞ്ഞുകൊണ്ട് സസന്തോഷവതിയായി ആ മകളെ കണ്ടപ്പോൾ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ആ മകൾ ചോദിച്ചു, തങ്ങളെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇല്ല, ആരാണ്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു ഉമ്മ വന്ന് പറഞ്ഞില്ലായിരുന്നു മകളെ സ്വപ്നം കാണണം എന്ന് പറഞ്ഞിട്ട്? ഓ, മനസ്സിലായി. അപ്പൊ നീ നരകത്തിലില്ലായിരുന്നു, പിന്നെ ഇങ്ങനെ സ്വർഗത്തിലെത്തി? അപ്പൊ മകള് പറഞ്ഞു, ഞാൻ നരകത്തിലായിരുന്നു. എന്റെ ഖബറിന്റെ ചാരയുടെ ചാരത്ത് ഒരു സഹോദരൻ നടന്നുപോയി സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഉരുവിട്ടുകൊണ്ട്. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, ഈ സ്വലാത്തുകൾ അതിന്റെ മഹത്വം, അതിന്റെ കൂലി ഈ കിടക്കുന്ന ഖബറാളികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെല്ലാവരെയും ആ ഖബർസ്ഥാനിലുള്ള 560ഓളം പേരെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഞങ്ങളെ കടത്തിവിട്ടു. സ്വലാത്തിന്റെ മഹത്വമാണത്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക, സ്വർഗം നേടുക, മുത്തുനബിയിലേക്ക് അടുക്കുക. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.